ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ. ഇന്നത്തെ റെസിപ്പി കുറഞ്ഞ ചേരുവ വെച്ചിട്ട് വളരെ എളുപ്പം തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു നല്ല ടേസ്റ്റി ആയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള ഒരു മധുര പലഹാരത്തിൻ്റെ റെസിപ്പിയാണ്. നാവിൽ അലിഞ്ഞിറങ്ങും എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു അടിപൊളി പലഹാരമാണ്. നമ്മുടെ വീട്ടിൽ പെട്ടെന്നൊരു ഗസ്റ്റ് വരുവാണെന്നുണ്ടെങ്കിലും വൈകിട്ട് സ്കൂൾ വിട്ട് വരുന്ന കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പലഹാരമാണ്. ഒരു തവണ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും ഉണ്ടാക്കി കഴിക്കാൻ തോന്നും. അത്രയും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് അറിയാനായിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കണേ. റെസിപ്പിയിലോട്ട് കിടക്കുന്നതിന് മുമ്പായി സിൽനാസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഒപ്പം തന്നെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് റെസിപ്പിയിലോട്ട് കിടക്കാം. അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ ആദ്യം തന്നെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇതുപോലെ ഞാനൊരു 9 പീസ് റസ്ക് ആണ് ഇതിലേക്ക് പൊട്ടിച്ചിട്ട് കൊടുക്കുന്നത്. ഞാൻ എടുത്തിട്ടുള്ള ഈ ഒരു 9 പീസ് റസ്കിന് വേണ്ടിയാണ് ബാക്കിയുള്ള എല്ലാ ഇൻഗ്രീഡിയൻസിൻ്റെ അളവും പറയുന്നത്. നിങ്ങൾക്ക് എത്രയാണോ ഈ പലഹാരം വേണ്ടത് അതിനനുസരിച്ച് ഈ ഒരു റസ്ക് എടുക്കുന്ന അളവനുസരിച്ച് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസിൻ്റെ അളവും എടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് വേണ്ടത് കപ്പലണ്ടിയാണ്. ഞാനിവിടെ അരക്കപ്പ് അളവിൽ 1 കപ്പ് കപ്പലണ്ടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ലൊരു മണത്തിന് വേണ്ടി ഒരു 2 ഏലക്ക ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. ഇത് പൊടിച്ചെടുക്കുമ്പോൾ റവയൊക്കെ ഇരിക്കുന്നത് പോലെ നന്നായിട്ട് പൊടിച്ചെടുക്കണം. എന്നാലാണ് കറക്റ്റ് പരുവത്തിൽ കിട്ടുള്ളൂ. പൊടിച്ചെടുത്ത മിക്സ് ഇതുപോലെ ഒരു ട്രേയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് എത്രത്തോളം നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് ഇതുപോലൊരു സ്പൂണിൽ കുറച്ചെടുത്ത് ഞാൻ കാണിച്ചു തരാം. കൈകൊണ്ട് ഇതുപോലെ കുറച്ചെടുത്തിട്ട് തൊട്ട് നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും റവയൊക്കെ പൊടിച്ചെടുക്കുമ്പോൾ എങ്ങനെയാണോ ഉണ്ടാവുന്നത് അതുപോലെ നന്നായിട്ട് പൊടിച്ചെടുക്കണം. എന്നാലാണ് ഇത് കറക്റ്റ് പരുവത്തിന് കിട്ടുള്ളൂ. ഇപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ ഇതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള പരുവം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇനി അടുത്തതായിട്ട് ഇവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2.5 സ്പൂൺ അളവിൽ പാൽപ്പൊടി ഇട്ട് കൊടുക്കാം. ഇതുപോലെ വലിയ സ്പൂൺ അളവിൽ നിറയെ എടുത്തിട്ടുണ്ട് ഓരോ സ്പൂണും. പിന്നെ ഒരു 1/4 സ്പൂണേ ഉള്ളൂ. 2.5 സ്പൂൺ വേണമെങ്കിലും എടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ചെറിയ ചൂടുള്ള കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കരുത്. ഇത് കലങ്ങി കിട്ടാനുള്ള മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ചെറിയ ചൂടുള്ള വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടി നോക്കുക. പച്ചവെള്ളം ഒഴിച്ചു കൊടുത്ത് ഇളക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് കറക്റ്റായിട്ട് അലിഞ്ഞു കിട്ടത്തില്ല. ഇനി ഇത് മാറ്റി വെച്ചേക്കാം. അടുത്തതായിട്ട് സ്റ്റവിലേക്ക് ഒരു പാൻ വെച്ച് ഫ്ലെയിം ഓണാക്കി കൊടുക്കാം. അതിലേക്ക് ഒരു ചെറിയ പീസ് ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് കപ്പലണ്ടിയും കുറച്ച് ഉണക്കമുന്തിരിയും ഇതുപോലെ ഇട്ടിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. നെയ്യിൽ ചെയ്തെടുക്കണമെന്നുള്ളവർക്ക് നെയ്യിൽ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ബട്ടറിലാണ് ചെയ്തെടുക്കുന്നത്. അതുപോലെ നിങ്ങൾക്ക് ബദാമോ പിസ്തയോ അണ്ടിപ്പരിപ്പോ അങ്ങനെ എന്തെങ്കിലുമാണ് ഇട്ട് കൊടുക്കേണ്ടതെന്നുണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് റോസ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇത് മുഴുവനായിട്ടും ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്ത ശേഷം ഈ ഒരു പാനിൽ തന്നെ ഒരു ചെറിയ പീസ് ബട്ടറും കൂടെ ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ ഞാനിത് നല്ലപോലെ ലോ ഫ്ലെയിമിലാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഇനി 250 ml കപ്പിൻ്റെ അളവിൽ 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു പാൽപ്പൊടി കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഈ ഒരു പലഹാരത്തിന് എത്രയാണോ ഓരോരുത്തർക്കും മധുരം വേണ്ടത് അതിനനുസരിച്ചുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 1/4 കപ്പ് അളവിലുള്ള പഞ്ചസാരയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ആ ഒരു മധുരത്തിനെ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഒരു നുള്ള് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഞാനിതിൻ്റെ ഫ്ലെയിം കൂട്ടി വെച്ചിരിക്കുകയാണ്. ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ഇതുപോലെ നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് ഒന്ന് ലോ ഫ്ലെയിമിലിട്ട് കൊടുക്കണം. എന്നിട്ട് ഇതിലേക്ക് നേരത്തെ പൊടിച്ചു വെച്ചിരുന്ന ആ ഒരു റസ്കും കപ്പലണ്ടിയും ഇതിലേക്ക് മുഴുവനായിട്ടും ഇട്ട് കൊടുക്കാം. ഇനി ഇത് കൈവിടാതെ നന്നായിട്ട് ഇതേപോലെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. ഒരുപാട് സമയമൊന്നും വേണ്ട, വളരെ പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും. നമ്മളിത് ലോ ഫ്ലെയിമിൽ തന്നെയാണ് വെച്ചിരിക്കുന്നത്. എത്ര സമയമാണോ ഇത് റെഡിയാക്കി എടുക്കാനാവുന്നത് അത്രയും സമയം വരെ ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിരിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ പരുവം തെറ്റിപ്പോവും. ഇതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള പരുവം എന്ന് പറയുന്നത് ഇതാണ്. ഇപ്പോൾ പാനിൽ നിന്നൊക്കെ വിട്ടുവരുന്ന ഈ ഒരു പരുവായിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം പിന്നെ ഇതിൽ വെച്ചിരിക്കരുത്. പെട്ടെന്ന് തന്നെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റേണ്ടതാണ്. ഞാനിപ്പോൾ ഇതേപോലൊരു ഷേപ്പിൽ കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലൊരു ബൗളിലാണ് ഇട്ട് കൊടുക്കാൻ പോകുന്നത്. അതിലേക്ക് ഞാൻ നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ചിരുന്ന ആ ഒരു കപ്പലണ്ടിയും മുന്തിരിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരു ബ്രഷ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിലേക്ക് ഇനി വേറെ നെയ്യോ ബട്ടറോ ഒന്നും ഒഴിച്ചു കൊടുക്കേണ്ടതില്ല. ആ ഒരു കപ്പലണ്ടിയിലും മുന്തിരിയിലുമുള്ള ആ ഒരു ബട്ടർ തന്നെ മൊത്തത്തിലൊന്ന് നല്ലപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ആ ഒരു ചൂടോട് കൂടി തന്നെ ഞാനിതിലേക്ക് മുഴുവനായിട്ടും ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിലുള്ള ഏതെങ്കിലും പാത്രത്തിൽ ഇത് ഇട്ട് കൊടുത്തിട്ട് ആ ഒരു ആകൃതിയിൽ എടുത്താൽ മതി.
ചൂടോടുകൂടി തന്നെയാണ് കഴിക്കുന്നതെങ്കിൽ നമുക്ക് ഇതുപോലെ സെറ്റാക്കിയതിന് ശേഷം ഉടനെ തന്നെ വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അപ്പോൾ തന്നെ കഴിക്കാവുന്നതാണ്. അല്ലാത്തവർ കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം, ഫ്രീസറിലല്ല താഴെ വെച്ചിരുന്നതിന് ശേഷം നമുക്ക് എടുത്തിട്ട് കഴിക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇത് ചൂടോടെ തന്നെയാണ് കഴിക്കുന്നത്. ചൂടോടെ കഴിക്കാനാണ് നല്ല ടേസ്റ്റ് ആയിട്ട് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഇതാ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു പലഹാരം റെഡിയായി കിട്ടി. ഇനി ഇത് നമുക്ക് കട്ട് ചെയ്തെടുത്ത് കഴിക്കണമെങ്കിൽ അങ്ങനെ കഴിക്കാം, അതല്ല സ്പൂൺ കൊണ്ട് കോരി കഴിക്കണമെങ്കിൽ അങ്ങനെയും കഴിക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി പലഹാരമാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഞാനിടുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും. താങ്ക് യു ഫോർ വാച്ചിങ്.